ഹലോ ഓൾ, എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2020 വർഷത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യ പേപ്പറിൽ നിന്നും കെമിസ്ട്രിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിത്യജീവിതത്തിലെ രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള മറ്റുള്ള ബാക്കിയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ 10 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡിയല്ലേ? ആദ്യമായിട്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഈസ് ഡയറക്റ്റ് ഫെർട്ടിലൈസർ? താഴെ കുറച്ച് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഡയറക്റ്റ് ഫെർട്ടിലൈസർ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കെമിസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് സൂപ്പർ ഫോസ്ഫേറ്റ് ആണ്. സൂപ്പർ ഫോസ്ഫേറ്റ്. അപ്പോൾ നമുക്കറിയാം, ഈ ചെടികളുടെ വളർച്ചയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വളമാണ്, ഒരു രാസവളമാണ് NPK അടങ്ങുന്ന വളങ്ങൾ എന്ന് പറയുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഈ വളങ്ങൾ, ഈ പറയുന്ന മൂലകങ്ങൾ അടങ്ങുന്ന തരത്തിലുള്ള രാസവളങ്ങളാണ് പ്രധാനമായിട്ടും ചെടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഡയറക്റ്റ് ഫെർട്ടിലൈസറായിട്ട് വരുന്നത് ഏതാണ്? സൂപ്പർ ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ കൂടെ പഠിച്ചു പോകാം. എന്താണ് ഡയറക്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ, ഡയറക്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വളങ്ങൾ എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ടുള്ള പ്ലാന്റ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം തുടങ്ങിയിട്ടുള്ള ചെടിക്ക് വളരാനും അതിന് വിള നൽകാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഈ 3 ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഡയറക്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ സൂപ്പർ ഫോസ്ഫേറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു ന്യൂട്രിയൻ്റാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഫോസ്ഫറസിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടായിരിക്കും ഇത് മണ്ണിൽ ആക്ട് ചെയ്യാറുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ആയിട്ടുള്ള ഒരു മേജർ ന്യൂട്രിയൻ്റ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇത് ഡയറക്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഫെർട്ടിലൈസർ അല്ലാതെ വരുന്നത്? അതല്ലാതെ ചെടികൾക്ക് വളരാനും അതിന് ത്രൈവ് ചെയ്യാനും ആവശ്യമായിട്ട് നമ്മൾ മറ്റ് പല ഘടകങ്ങളും നൽകണം. സുപ്രധാനമായിട്ട് ഇപ്പോൾ മണ്ണിൻ്റെ pH മൂല്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഭയങ്കര അസിഡിക്കാണ് അല്ലെങ്കിൽ ഭയങ്കര ആൽക്കലിക്കാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ pH മൂല്യം നമ്മൾ ഏത് വിളയാണോ അവിടെ കൊണ്ടുപോയി നട്ടിരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു pH മൂല്യത്തിലേക്ക് ഈ മണ്ണിനെ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ ചെടികളുടെ ആ ഒരു വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ഈ പറയുന്ന മേജർ ന്യൂട്രിയൻ്റ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഡയറക്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സോയിലിൻ്റെ മറ്റുള്ള അമെൻമെൻറ്റ്സ്, അതായത് ജിപ്സം, കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ജിപ്സം, അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ലൈമ്, ഇവയൊക്കെ ഈ സോയിലിൻ്റെ ആ ഒരു pH മൂല്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. ക്ലിയർ ആയല്ലോ? പിന്നെയുള്ളത് സോഡിയം കാർബണേറ്റ് ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നേക്കണേ. ഈ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് വാഷിംഗ് സോഡയാണ്. അത് ചെടികളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലെൻസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏതാണ് ലെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഫെർട്ടിലൈസറുകൾ, പെസ്റ്റിസൈഡുകൾ, ഗ്ലാസ്, അതേപോലെ തന്നെ സിമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളുടെ ഉൽപ്പാദനം, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഔഷധ വിഭാഗങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്ലാസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഇതും സെയിം പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്, ക്രൂക്സ് ഗ്ലാസ് ആണ്. അപ്പോൾ എന്താണ് ഈ സാധനം? ഇപ്പോൾ എവിടെയൊക്കെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമുള്ളത് ലെഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലിൻറ്റ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഗ്ലാസ്സാണ്. ഇത് ഹൈ ആയിട്ടുള്ളൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്ന ഒരു ഗ്ലാസ്സാണ് ഈ പറയുന്ന ലെഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. നല്ലൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഡിസ്പേർഷനും ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു പ്രിസത്തിനകത്തുകൂടെ
പ്രകാശരശ്മി കടന്നു പോകുന്ന സമയത്ത് മോണോക്രോമാറ്റിക് അല്ലാതെയുള്ള ഘടകപ്രകാശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രകാശരശ്മി കടന്നു പോകുന്ന സമയത്ത് അത് ഈ പ്രിസത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയും അല്ലേ, അതിൻ്റെ കമ്പോണൻ്റ് കളേഴ്സായിട്ട് പിരിയുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പ്രിസത്തിനകത്തൂടെ കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഡിസ്പേർഷൻ സ്വഭാവം കാണിക്കുന്ന ലെഡ് ഗ്ലാസ്സിനെ അപ്പോൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക, പ്രിസം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. സിമ്പിളല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ലെഡ് ഗ്ലാസ്സുകളെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ലെൻസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ പ്രിസം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റീവ് ക്രിസ്റ്റലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ലെൻസുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, ലാബുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകൾ, ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ് അല്ലേ. ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ലെഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്രൂക്സ് ഗ്ലാസ് ആണ് അടുത്തതുള്ളത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്രൂക്സ് ഗ്ലാസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക, സ്പെസിഫിക് ആയിട്ട് ഗ്ലാസ് കണ്ടെയ്നിങ് സിറിയം ഓക്സൈഡ് ആണ്. ഓക്കെ, സിറിയം ഓക്സൈഡ് അടങ്ങുന്ന ഒരു ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇത് സുപ്രധാനമായിട്ടും സ്പെക്ടാക്കിൾ ലെൻസുകൾ, അതേപോലെ സൺഗ്ലാസുകൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്രൂക്സ് ഗ്ലാസിനെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു യുണീക്ക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് യു വി റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ആര് കാണിക്കുന്നുണ്ട്, ഈ ക്രൂക്സ് ഗ്ലാസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റ് ഗ്ലാസ്സുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ലൈം ഗ്ലാസ് എന്നറിയപ്പെടുന്ന ഗ്ലാസ് ഉണ്ട്. ഇത് നമ്മൾ പ്രധാനമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും കണ്ണാടി ഉപയോഗിക്കേണ്ടി വരുന്ന, അതായത് ഇപ്പോൾ ജനലുകൾ നിർമ്മിക്കാൻ, അതേപോലെ വാതിൽ നിർമ്മിക്കാൻ, ഡോറുകളുടെ ഇതായിട്ട് വെക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ. അങ്ങനെ വലിയ അളവിൽ ഗ്ലാസ്സുകളൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഇൻഎക്സ്പെൻസീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സുപ്രധാനമായിട്ടും എവിടെയാണ്, വിൻഡോ പെയിനുകൾ ഉണ്ടാക്കാൻ, ബോട്ടിലുകൾ, ജാറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നു. ഇനി പൈറക്സ് ഗ്ലാസ് ആണുള്ളത്. പൈറക്സ് ഗ്ലാസിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇതിന് ലോ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണുള്ളത്. അതായത് തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് തട്ടുന്ന സമയത്ത് അതിൽ കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഒരു വസ്തു എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു സ്വഭാവമാണ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ തെർമൽ എക്സ്പാൻഷൻ കാരണം ചില സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിയും. പക്ഷേ ഇവിടെ പൈറക്സ് ഗ്ലാസ്സിന് തെർമൽ എക്സ്പാൻഷൻ കുറവാണ്. അങ്ങനെ കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ എവിടെയായിരിക്കും ഇത് ഉപയോഗിക്കുക, താപം ആവശ്യമായിട്ട് വരുന്ന, താപം ഉൾക്കൊള്ളേണ്ടി വരുന്ന എന്നാൽ കണ്ണാടി പാത്രങ്ങൾ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ, അതായത് ലാബുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൈറക്സ് ഗ്ലാസിനെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ലബോറട്ടറി പർപ്പസുകൾക്കും അതേപോലെ കിച്ചണിൽ ഓവൻ വെയർ ആയിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പൈറക്സ് ഗ്ലാസിനെ യൂസ് ചെയ്യും. ഇത് ഹൈലി റെസിസ്റ്റൻ്റ് ടു ഹീറ്റ് ആയതുകൊണ്ട് തന്നെ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി ഫ്യൂവൽ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സെക്കൻഡറി ഫ്യൂവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം പരീക്ഷയുടെ ചോദ്യമാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കോൾ ഗ്യാസ് ആണ്. അപ്പോൾ കോൾ ഗ്യാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഫ്യൂവലുകളുടെ വിഭാഗത്തിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ഉള്ളത്. ഈ കൂട്ടത്തിൽ പ്രൈമറി ഫ്യൂവലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്നും കണ്ടെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിന് ആ ഒരു ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാവും. അങ്ങനെ കണ്ടെത്തുന്ന ആ ഒരു രൂപത്തിൽ തന്നെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൈമറി ഫ്യൂവൽ എന്ന് പറയുക. നേച്ചറിൽ നിന്നും നേരിട്ട് കണ്ടെത്തുന്ന ആളുകളാണ് പ്രൈമറി ഫ്യൂവലുകൾ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ നമുക്ക് മണ്ണിൽ നിന്നും പ്രകൃതിയിൽ നിന്നൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡറി ഫ്യൂവലുകളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഈ പ്രൈമറി ഫ്യൂവലിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനമാണ് സെക്കൻഡറി ഫ്യൂവൽ. ഫോർ എക്സാമ്പിൾ, സെക്കൻഡറി ഫ്യൂവൽ എന്ന് പറയുന്നത് പ്രൈമറി ഫ്യൂവലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആളുകളാണ്. ഒന്നുകിൽ കെമിക്കൽ പ്രോസസ്സിലൂടെയോ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സായിട്ടുള്ള ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെയോ ഒക്കെ വേർതിരിച്ചെടുക്കുന്ന സാധനങ്ങളെയാണ് സെക്കൻഡറി ഫ്യൂവൽസ് എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ കോൾ ഗ്യാസ്, അത് ഒരു ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കോളിനെ കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് ഡിറൈവ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കോൾ ഗ്യാസ് എന്ന് പറയുന്ന
പറയുന്നത് എന്താണ്, ഒരു സെക്കൻഡറി ഫ്യൂവലാണ്. കോൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഫ്യൂവലുമാണ്. ക്ലിയർ ആയല്ലോ. ഇനി നാച്ചുറൽ ഗ്യാസ്, പീറ്റ്, പെട്രോളിയം ഇവയൊക്കെ തന്നെയും എന്താണ്, പ്രൈമറി ഫ്യൂവലുകളാണ്. കാരണം അതിനെ മണ്ണിൽ നിന്ന് നമുക്ക് അപ്പാടെ കിട്ടുന്ന നാച്ചുറൽ രൂപത്തിലിരിക്കുന്നതാണ്, അതിനെ ഡിറൈവ് ചെയ്ത രൂപമല്ല. ക്ലിയർ ആയല്ലോ. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വീറ്റനിങ് ഓഫ് പെട്രോളിയം ഈസ് ദ പ്രോസസ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കുറേ പ്രോസസ്സുകളുടെ പേര് തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏതാണ് സ്വീറ്റനിങ് ഓഫ് പെട്രോളിയം എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഡീസൾഫറൈസേഷൻ ആണ്. ഓക്കെ, അതായത് സ്വീറ്റനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്താണ് ചെയ്യുന്നത്, നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ പെട്രോളിൽ നിന്നും ഈ സൾഫറിനെ, അൺപ്ലസൻ്റ് ആയിട്ട് സ്മെല്ല് ചെയ്യുന്ന ഈ ഒരു സൾഫർ കമ്പോണൻറ്റിനെ എടുത്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്വീറ്റനിങ് ഓഫ് പെട്രോളിയം എന്ന് പറയുന്നത്. അതായത് ക്രൂഡ് ഓയിലിൽ നിന്നുമാണല്ലോ നമ്മൾ ഈ പെട്രോളിനെ വേർതിരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് വരുന്ന കുറേയധികം അൺപ്ലസൻറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള കുറേ കമ്പോണൻറ്റുകളുണ്ട്, ഇൻക്ലൂഡിങ് സൾഫർ. അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ തന്നെയും ഈ പെട്രോളിൽ നിന്നും എടുത്തു മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്വീറ്റനിങ് ഓഫ് പെട്രോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സോർ വേഴ്സസ് സ്വീറ്റ് ആയിട്ടുള്ള പെട്രോളുകൾ നമുക്ക് കിട്ടും. പെട്രോളിയം കണ്ടെയ്നിങ് ഹൈ എമൗണ്ട് ഓഫ് സൾഫർ, അങ്ങനെ സൾഫറിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്വീറ്റനിങ്ങിന് വിധേയമായിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള പെട്രോളുകളെയാണ് സോർ പെട്രോൾ എന്ന് വിളിക്കുക. അതേസമയം സൾഫറൊക്കെ എടുത്ത് മാറ്റി അൺപ്ലസൻറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതിന് ഫൗൾ ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ അത് സ്വീറ്റ് വിഭാഗത്തിൽ പെടുന്ന പെട്രോളായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ഓപ്ഷനകത്ത് നമുക്ക് തന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഒരെണ്ണമാണ് ഡീഇമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീഇമൽസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും സെപ്പറേറ്റിംഗ് ഫണലിനകത്ത് ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡുകൾ, ഇപ്പോൾ ഓയിലും വാട്ടറും ഇരിക്കുന്നുണ്ട് എന്ന് വെക്കുക. അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ എന്താ പറയുക, ഡീഇമൽസിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമുക്ക് പിന്നെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ് ആർ ആഡഡ് ടു ഫ്യൂവൽ ടു പ്രിവെൻറ്റ് എൻജിൻ നോക്കിംഗ്. ആൻറ്റി നോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. എന്തിനാണ് ആൻറ്റി നോക്കിംഗ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻജിനിൻ്റെ നോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്രോളിനകത്തേക്ക്, ഇന്ധനത്തിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആൻറ്റി നോക്കിംഗ് എന്ന് പറയുന്നത്. എന്തിനെയാണോ ആഡ് ചെയ്യുന്നത് ആ സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷനകത്ത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോളിയം പോലെയുള്ള വസ്തുക്കളിൽ നിന്നും, ഖനനം ചെയ്തിട്ടുള്ള ആ സാധനത്തിൽ നിന്നും പെട്രോൾ പോലെയുള്ള നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഇന്ധനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ലായനികളെ വേർതിരിക്കുന്ന, മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബോയിലിംഗ് പോയിന്റുകൾ, കമ്പോണൻറ്റുകളുടെ ബോയിലിംഗ് പോയിന്റ് വളരെ അടുത്തടുത്താണ് എന്നുണ്ടെങ്കിലാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ദ മെയിൻ കമ്പോണൻസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസിലെ ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മീതെയ്നും ഈതെയ്നുമാണ് നമ്മുടെ ഉത്തരം. മീതെയ്നും ഈതെയ്നും ചേരുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഗ്യാസിനകത്ത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CH4 എന്നറിയപ്പെടുന്ന മീതെയ്നും അതേപോലെ തന്നെ ഈതെയ്നും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ആ ഒരു ഫ്യൂവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടാതെ, മീതെയ്നും ഈതെയ്നും കൂടാതെ ഇതിനകത്ത് സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ഈതെയ്ൻ അടങ്ങിയിട്ടുണ്ട്, പ്രൊപ്പെയ്ൻ അടങ്ങിയിട്ടുണ്ട്, ബ്യൂട്ടെയ്നും അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും മീതെയ്നും ഈതെയ്നുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഐസോ ഒക്ടേൻ ആണ്. ഐസോ ഒക്ടേൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസിൽ അടങ്ങുന്ന ഒരു കമ്പോണൻ്റ് അല്ല. അതെന്താണ്, ഒരു കീ കമ്പോണൻറ്റ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഒക്ടേൻ റേറ്റിംഗ് ഓഫ് ഗ്യാസിലിൻ പെട്രോൾ. പെട്രോളിൻ്റെ ഒക്ടേൻ റേറ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഐസോ ഒക്ടേന്. അത് നാച്ചുറൽ ഗ്യാസിലെ കമ്പോണൻ്റ് അല്ല. ക്ലിയർ ആയല്ലോ. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫ്ലേവർ ഓഫ് പൈനാപ്പിൾ ക്യാൻ ബി ഒബ്ടൈൻഡ് ബൈ മിക്സിംഗ് ദ അഡിക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് എസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എസ്റ്ററുകൾ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കെമിക്കലുകൾക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ തന്നെ, ലാബിൽ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് ആ മണം അറിയാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള എസ്റ്ററുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മണങ്ങളാണ്. ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എവിടെയാണ് ഇതിനെ ഉപയോഗിക്കാറുള്ളത്? ഫുഡ് ഇൻഡസ്ട്രിയിൽ.
അതേപോലെ ഇങ്ങനെയുള്ള ഒരു പഴത്തിൻ്റെയോ എന്തിൻ്റെങ്കിലുമൊക്കെ സാധനത്തിൻ്റെ ഫ്ലേവർ വേണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഫ്ലേവറായിട്ട് ഒക്കെ ഉപയോഗിക്കാറുള്ള സാധനങ്ങളാണ് എസ്റ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള എസ്റ്ററുകൾ, അതിൻ്റെയൊക്കെ തന്നെ മണങ്ങൾ ഇത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്നു, എന്താണ് ഫ്ലേവർ എന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട് ഈ ഭാഗത്തു നിന്നും. അപ്പോൾ എസ്റ്ററുകളും അതിൻ്റെ ഫ്രാഗ്രൻസുകളെ കുറിച്ച് പറയുന്ന സമയത്ത് എസ്റ്ററുകൾ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഇതിൻ്റെ ഒരു ഫ്രൂട്ടി ആയിട്ടുള്ള സ്മെല്ല് കാരണം, പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കാരണം ഇതിനെ പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വേറെ എവിടെയാണ് യൂസ് ചെയ്യുക? പെർഫ്യൂമിൽ യൂസ് ചെയ്യും അല്ലേ? പെർഫ്യൂം ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള എസ്റ്റർ എന്ന് പറയുന്നത് ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. ഈഥൈൽ ബ്യൂട്ടറിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു കെമിക്കൽ സ്ട്രക്ചർ കാരണം അതിന് എന്താണ് പൈനാപ്പിളിൻ്റെ ഒരു നാച്ചുറൽ സ്മെല്ലിനെ മിമിക് ചെയ്യുന്ന സ്മെല്ലാണ് എന്തിനുള്ളത്? ഈഥൈൽ ബ്യൂട്ടറേറ്റിന് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റുള്ള എസ്റ്ററുകൾ എന്ന് പറയുന്നത് അമൈൽ അസറ്റേറ്റ് ആണ്. ഇതിന് ബനാന ലൈക്ക് ഫ്ലേവറാണുള്ളത്. ഈഥൈൽ അസറ്റേറ്റ് അതിന് ഒരു സ്വീറ്റ് പിയറിൻ്റെ സ്മെല്ലാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നെയിൽ പോളിഷ് റിമൂവർ പോലെയുള്ള സാധനങ്ങളിലൊക്കെയും എന്ത് ചെയ്യാറുണ്ട്? ഈഥൈൽ അസറ്റേറ്റിനെ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് ഡൈ? താഴെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏതാണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഡൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഗോ ആണ് അല്ലേ? ഇൻഡിഗോ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നീലം എന്ന് പറയുന്ന ആ ഒരു വിളയിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇൻഡിഗോ. ഓപ്ഷന് തന്നിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് കെമിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡൈകളാണ്. അസോ ഡൈ, വാഡ് ഡൈ, അതേപോലെ അലൈസറിൻ എന്ന് പറയുന്ന ഡൈകളൊക്കെ തന്നെ. അപ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്നത് നാച്ചുറൽ ഒറിജിനുള്ള ഒരു ഡൈ ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നിന്നുമാണ് എടുക്കാറുള്ളത്. ഇൻഡിഗോ ഫെറ എന്ന് പറയുന്ന ജീനിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകളിൽ നിന്നുമാണ് ഇതിനെ എടുക്കാറുള്ളത്. നമ്മൾ ഹിസ്റ്റോറിക്കലി തന്നെ ഉപയോഗിക്കുന്ന ഒരു ഡൈ ആണ്. വളരെ പഴക്കം ചെന്ന മനുഷ്യൻ്റെ ആ ഒരു ഡ്രസ് ഇൻഡസ്ട്രിയിൽ റൂൾ ചെയ്തിരുന്ന ഒരു ഡൈ ആയിരുന്നു ഇൻഡിഗോ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോൺ ഡൈസ് ആണ്. അപ്പോൾ ഇത് വളരെ സെഞ്ച്വറീസ് ആയിട്ട് ടെക്സ്റ്റൈൽ ഫാക്ടറികളിൽ ഉപയോഗിക്കാറുണ്ട്. ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കളറാണ് ഇൻഡിഗോ കാണിക്കാറുള്ളത്. ഇനി ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള മറ്റുള്ള ഡൈകൾ എന്ന് പറയുമ്പോൾ അലൈസറിൻ എന്ന് പറയുന്നത് മാഡർ റൂട്ട്, അതേപോലെ അലൈസറിൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സിന്തറ്റിക്കലി ആണ് നമ്മൾ എടുക്കാറുള്ളത്. മാഡർ റൂട്ടിൽ നിന്നുമാണ് ഇതിനെ സിന്തസൈസ് ചെയ്ത് എടുക്കാറുള്ളത്. ഇത് പൊതുവെ ഇൻഡിഗോ പോലെയുള്ള നാച്ചുറൽ ഡൈയുടെ കൂട്ടത്തിൽ നമുക്ക് തരാറുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് അലൈസറിൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഡൈകൾ കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. അസോ ഡൈ, അതേപോലെ തന്നെ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള വാറ്റ് ഡൈ, ഇതൊക്കെ തന്നെയും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ക്യാൻ ബി ആഡഡ് ഫോർ സ്വീറ്റനിങ് ഓഫ് ഫുഡ് ഐറ്റംസ് അറ്റ് കുക്കിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഡസ് നോട്ട് പ്രൊവൈഡ് കലോറീസ്? നമ്മുടെ കുക്കിങ്ങിൽ ഉപയോഗിക്കുന്നതും എന്നാൽ എക്സ്ട്രാ കലോറികളൊന്നും എന്താ പറയുക നൽകാത്തതുമായിട്ടുള്ള ഒരു സ്വീറ്റനിങ് ആയിട്ടുള്ള സാധനം ഏതാണ് എന്നാണ് താഴെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സൂക്രോസ് ഉണ്ട്, അസ്പർട്ടൈം ഉണ്ട്, ഗ്ലൂക്കോസ്, സുക്രലോസ്, ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സൂക്രലോസ് ആണ്. നമ്മുടെ സാക്കറിൻ പോലെയൊക്കെയുള്ള ഒരു സാധനമാണ് സൂക്രലോസ് എന്ന് പറയുന്നത്. ഇതിന് നല്ല രീതിയിൽ സ്വീറ്റ് തരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു സ്വീറ്റ് സ്മെല്ല് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സൂക്രോസ് എന്ന് പറയുന്ന ഒരു പഞ്ചസാരയെ സംബന്ധിച്ചിടത്തോളം ഹൈ കലോറിയാണ് അതിനുള്ളത് അല്ലേ? ഒരു മുട്ടായി തിന്നു കഴിഞ്ഞാൽ തന്നെ നല്ലോണം കലോറി കയറും. അപ്പോൾ തന്നെ എന്താ പറയുക, ഈ ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഈ സ്വീറ്റ് ക്രേവിങ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലും ഈ പറയുന്ന കലോറി കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കലോറി അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കാത്തതും എന്നാൽ സ്വീറ്റനിങ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തരുന്നതുമായിട്ടുള്ള സാധനമാണ് സൂക്രലോസ് എന്ന് പറയുന്നത്. ഇതിന് നല്ല രീതിയിലുള്ള ഹീറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് സൂക്രലോസ് എന്ന് പറയുന്നത്. ഇത് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് കുക്കിംഗ്, ബേക്കിംഗ് തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെയും സൂക്രലോസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്
0 കലോറീസ് ആണുള്ളത്. അതായത് നമ്മുടെ ബോഡി ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കില്ല. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സ്വീറ്റ് നമുക്ക് വായിൽ ടേസ്റ്റ് കിട്ടും, പക്ഷേ ശരീരം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കലോറി ആക്കാണ്ട് തന്നെ എന്താ പറയുക, ശരീരത്തിൻ്റെ നമ്മുടെ ഒരു ഡൈജസ്റ്റീവിലൂടെ കടന്നു പോകുന്ന സാധനമാണ് സൂക്രലോസ്. അപ്പോൾ എന്താ, ബോഡി ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യില്ല, സ്വീറ്റ്നെസ് എന്നാൽ നമുക്ക് തരുകയും ചെയ്യും, കലോറി ഉണ്ടാവുകയുമില്ല. ഓപ്ഷനിൽ തന്നിട്ടുള്ള അസ്പാർട്ടൈമിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇതും 0 കലോറി ആയിട്ടുള്ള ഒരു സ്വീറ്റ്നർ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഉത്തരമായിട്ട് അസ്പാർട്ടൈം വന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചോദ്യത്തിനകത്ത് സ്വീറ്റനിങ് ഫുഡാണ്, കലോറി ഇല്ല എന്ന് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് തന്നിട്ടുണ്ട്, കുക്കിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ, കുക്കിംഗ് ടെമ്പറേച്ചറിൽ ഉപയോഗിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സൂക്രലോസ് ഹീറ്റ് വന്നു കഴിഞ്ഞാലും ഹൈലി സ്റ്റേബിൾ ആണ്. പക്ഷേ അസ്പാർട്ടൈം അങ്ങനെയല്ല, 0 കലോറി ആണെങ്കിലും എന്താണ്, ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അൺസ്റ്റേബിൾ ആയിട്ട് പോകും. അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് അത് ലോസ് ചെയ്ത് കളയുന്ന ആളാണ് അസ്പാർട്ടൈം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി സൂക്രലോസും ഗ്ലൂക്കോസും എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരകളാണ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അല്ല. അവരതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കലോറീസ് നൽകുന്ന, ശരീരം കലോറി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന ആളുകളാണ് സൂക്രോസും അതേപോലെ തന്നെ ഗ്ലൂക്കോസും എന്ന് പറയുന്നത്. അതേസമയം സൂക്രലോസ് എന്ന് പറയുന്നത് കലോറി തരികയും ഇല്ല. ക്ലിയർ ആയല്ലോ. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാണ്. ഗ്രീൻ കെമിസ്ട്രി ഈസ് ഓൾസോ കോൾഡ് അസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ കെമിസ്ട്രിയെ എന്തും കൂടെ വിളിക്കാറുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂസിങ് ആയിട്ടുള്ള, അതായത് ഇതും ഉത്തരമാകാമെന്ന് തോന്നുന്ന തരം ഓപ്ഷനുകൾ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഗ്രീൻ കെമിസ്ട്രിയെ നമ്മൾ സാധാരണഗതിയിൽ സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്നാണ് വിളിക്കാറുള്ളത്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കെമിക്കൽ പ്രൊഡക്റ്റുകളുടെ ഒരു ഉൽപാദനം കാരണം പ്രകൃതിക്ക് നാശം സംഭവിക്കരുത് എന്നുള്ള കൺസെപ്റ്റോടുകൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് ഈ പൊല്യൂഷൻസ് അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ഉൽപാദനം ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അതിന് സസ്റ്റൈനബിൾ കെമിസ്ട്രി ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കരമായിട്ടുള്ള പൊല്യൂട്ടൻസോ പ്രകൃതിക്ക് നാശം വരുന്നതോ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്തോറും പ്രകൃതിക്ക് നാശം വരുന്നത് കൊണ്ട് തന്നെ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഗ്രീൻ കെമിസ്ട്രി എന്ത് ചെയ്യുന്നു, കെമിസ്ട്രിയെയും നമ്മുടെ പ്രകൃതിയെയും സസ്റ്റൈനബിളായി നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ. ഇനി എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് കെമിക്കൽ ഫിനോമിന. അതായത് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന കെമിക്കൽ ഫിനോമിനകളെ കുറിച്ച് പഠിക്കുന്നതാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉത്തരമായിട്ട് വരാതിരുന്നത്. ഓക്കെ, അതായത് പൊല്യൂഷനുകളെ കുറിച്ച്, നമ്മുടെ ഒരു ലേക്കിലുണ്ടാവുന്ന കെമിക്കൽ പ്രോസസ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിലായിരിക്കും ഉൾപ്പെടുക. ഗ്രീൻ കെമിസ്ട്രി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കെമിസ്ട്രി എന്ന് പറയുന്നത് സാധാരണ കെമിക്കൽ പ്രോസസ്സുകൾ, പക്ഷേ അതിൽ നിന്ന് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് കാരണം പ്രകൃതിക്ക് ദോഷം വരാണ്ട് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലബോറട്ടറി ഗ്യാസ് ഈസ് ഒബ്ടൈൻഡ് ബൈ ക്രാക്കിംഗ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് എന്താണ്, കെറോസിനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് നോക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ ലബോറട്ടറി ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ ഓയിൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന ലബോറട്ടറി ഗ്യാസിനകത്ത് ഉൾക്കൊള്ളുന്ന കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, മീത്തൈന്, എത്തിലീന്, അസറ്റിലീന് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഇവ ഉൾക്കൊള്ളുന്നതാണ് ലാബിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ലബോറട്ടറി ഗ്യാസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ സിന്തസൈസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൈഡ്രോ കാർബൺസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര മാസീവായിട്ടുള്ള പോളിമറൈസേഷനൊക്കെ കാരണം വളരെ മാസീവായിട്ടുള്ള വലിയ വലിയ മോളിക്യൂളുകൾ ഉണ്ടാവും. ഈ മോളിക്യൂളുകളെ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുന്ന സമയത്ത് ഈ മോളിക്യൂൾ എന്തായിട്ട് മാറും, ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് സ്പ്ലിറ്റായിട്ട് മാറിയിട്ട് പുതിയ എന്താ പറയുക സംയുക്തങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ കെറോസിൻ ഓയിൽ എന്ന് പറയുന്ന ആ ഒരു ഫ്യൂവലിനെ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കിയിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ മീതേന്, എത്തിലീന്, അസറ്റിലീന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ലബോറട്ടറി ഗ്യാസിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചോദ്യത്തിനകത്ത് ലബോറട്ടറി ഗ്യാസിൽ എന്തടങ്ങിയിരിക്കുന്നു എന്നല്ല ചോദിച്ചത്, താഴെ പറയുന്നതിൽ എന്തിനെ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് ലബോറട്ടറി ഗ്യാസ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായി, കെറോസിനായിട്ട് മാറി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെ ക്രാക്കിംഗ് നടത്തിയ സമയത്ത് ഹെവി ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ മോളിക്യൂൾസ് കട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ലൈറ്റർ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ മോളിക്യൂൾസ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ലബോറട്ടറി
ലാബോറട്ടറി ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ ഗ്യാസ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള ലാബുകളിൽ ഫ്യൂവലായിട്ട് ബൺസൺ ബർണറിനകത്ത് ഒക്കെ തന്നെയും എന്ത് ചെയ്യാറുണ്ട്, ഈ ലബോറട്ടറി ഗ്യാസിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നുമുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പ്ലനേഷനുകളും നമ്മൾ ഇന്ന് ഡീൽ ചെയ്തു പോയി. മറ്റൊരു ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.